BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ ആത്മഹത്യ കേരളത്തെ വല്ലാതെ ഞെട്ടിച്ചു. പ്രത്യേകിച്ച് ദളിതരോടും പട്ടികവർഗക്കാരോടും പട്ടികജാതിക്കാരോടുമുള്ള ക്രൂരത വർദ്ധിച്ചു വരുന്നു. അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. ഒരിക്കലുമില്ലാതെ, കാരണം തങ്ങളുടെ സഹോദരങ്ങൾക്ക്, തങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകുന്ന ഈ ക്രൂരത അങ്ങേയറ്റമാണെന്ന തിരിച്ചറിവ് അറിഞ്ഞുകൊണ്ട് ശക്തമായി പ്രതികരിക്കുകയാണ് KPMS. അവരുടെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിൽ പ്രതിഫലിക്കുകയും പ്രതിഷേധത്തിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ഒരു ഭീകരതയ്ക്ക് മുന്നിലും ഒരു ഭീഷണിക്ക് മുന്നിലും തങ്ങൾ തോൽക്കില്ല എന്നും ഉറപ്പിച്ചുകൊണ്ട് KPMS സെക്രട്ടേറിയറ്റ് വളയുന്നു. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്. നിതിൻ രാജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട KPMS സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ പ്രസക്ത ഭാഗമാണ്. എന്റെ മകനെ കൊന്നതാണെന്നോട് അച്ഛൻ പറയുന്നു. കൃത്യമായ തെളിവുകൾ നിരത്തി പറയുമ്പോ ഇവിടുത്തെ പോലീസ് ഉൾപ്പെടെ സർക്കാർ ഉൾപ്പെടെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അംഗീകരിക്കാൻ കഴിയില്ല. കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനം എന്ന നിലയ്ക്ക് KPMS ആരെയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. അതിശക്തമായി ഈ കേരളത്തിൽ ഞങ്ങൾ സമരം. ഈ ഹർത്താലിന് ഞങ്ങള് ഒരു സംശയം വേണ്ട, ഞങ്ങളുടെ സഹോദരങ്ങളാണ്. നമുക്കറിയാം, രജനീയ സ്ഥാനത്ത് മുതൽ ഇങ്ങോട്ട് ഇപ്പൊ നിതിൻ രാജിൽ വന്നെത്തി നിൽക്കുക. എടുത്തു പരിശോധിക്കപ്പെടുമ്പോൾ പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണ് ക്രൂരമായ പീഡനത്തിനിടയായി ഈ കേരളത്തിൽ മരിക്കുന്നത്.
അതുകൊണ്ട് നിതിൻ രാജ് കേരളത്തിൽ അവസാനത്തെ ഇങ്ങനെ മരിക്കുന്ന ആളായിരിക്കും. ഇനി ഒരു മരണം, ഇനി ഇങ്ങനെ ഒരു വിഷയം നമ്മുടെ കേരളത്തിൽ, സാംസ്കാരിക കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് അവസാനത്തെ ആളായിരിക്കും. ഇത് താക്കീതാണ്, KPMS താക്കീതാണ്. ഇനി ഈ പറയുന്ന നിതിൻ രാജിന്റെ കൊലപാതകികളായ റാം, സംഗീത, പ്രിൻസിപ്പൽ, ഡീൻ, അതുപോലെ തന്നെ ഡോക്ടർ ലത, ഇവരൊക്കെ ഇതിന്റെ പ്രതികളാണ്. ഈ പറഞ്ഞ ലത ഉൾപ്പെടെയുള്ള, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകളെ കസ്റ്റഡിയിൽ എടുക്കണം. റാം ഉൾപ്പെടെയുള്ളവർ പട്ടികജാതിക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് കള്ള സർട്ടിഫിക്കറ്റ് മറ്റേതരം നമ്മൾ കണ്ടു. എന്തറിയാൻ കൂടി ഇപ്പൊ OBC ആണ്. അപ്പൊ ഇതിന് ആ തരത്തിൽ പോലും ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. പട്ടികജാതിക്കാരനാണെങ്കിൽ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി ആക്ട് നിലനിൽക്കില്ല എന്ന ബോധ്യത്തിലാണ്. പക്ഷെ OBC-കാരനാണ്. ഇന്നലെ നമുക്കറിയാം കോടതിയിൽ അത് വാദം കഴിഞ്ഞു. അപ്പോ സംഗീതയെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഡോക്ടർ റാമിനെയും അറസ്റ്റ് ചെയ്തത് പോകണം. അറസ്റ്റ് ചെയ്തവരെ KPMS അതിശക്തമായ സമരരംഗത്തുണ്ടാകും, ഒരു സംശയം വേണ്ട. നിതിൻ രാജിൻ്റേതെന്നല്ല, ഒരു മക്കളുടെയും ചോര ഇനി ക്യാമ്പസിൽ വീഴാൻ പാടില്ല. ക്യാമ്പസിൽ എന്നല്ല, നമ്മുടെ മണ്ണിൽ വീഴരുത്. തിന്മയ്ക്കെതിരെ ശക്തമായി പോരാടണം. തിന്മയ്ക്കെതിരെ ശക്തമായി ഒന്നിക്കേണ്ടതുണ്ട്. ഏകോദര സഹോദരങ്ങളെപ്പോലെ വസിക്കുന്ന കേരളത്തിൽ ഇങ്ങനെയൊരു അപമാനം ഇനി ഉണ്ടാകരുത്.